നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓലകെട്ടി അമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മാവേലിക്കരയിൽ നിന്ന് രണ്ടാംകുറ്റിക്ക് പോകുന്ന ആ ഒരു റൂട്ടിൽ മാവേലിക്കരയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി നിർമ്മാല്യം എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട്. ആ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയ കടയുണ്ട്. അതായത് കുറേ നാളുകൊണ്ട് ബിജോ പറയുന്നു ഉസ്മാനിക്കാടെ ബിരിയാണി കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. 15 വർഷം പഴക്കമുള്ള ഒരു ഉസ്മാനിക്കാടെ ബിരിയാണിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കടയിലോട്ട് കയറാം. സമയം 3:15 നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്കകത്ത് കയറണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഉസ്മാനിക്കയുടെ കടയിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇവിടെ ബിരിയാണി അല്ലാതെ വേറെ എന്തൊക്കെയുള്ള? ഉച്ചയ്ക്ക് ബിരിയാണി മാത്രം. വൈകുന്നേരം രാവിലെ കാപ്പിയെല്ലാം ഉണ്ട്. കാപ്പി ആഹാരം ബിരിയാണി സ്പെഷ്യൽ. ബിരിയാണി എത്ര റേറ്റ്? 100 രൂപ. ബിരിയാണി റേറ്റ് 100 രൂപ. അപ്പം നമ്മൾ ഉസ്മാനിക്കയുടെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മൂന്നെണ്ണം വാഴയില ബിരിയാണി. അതൊരു വെറൈറ്റി സംഭവം, വാഴയിലയിലെ ബിരിയാണി. വീട്ടിലുണ്ടാക്കുന്നതാണോ ബിരിയാണി? ഇവിടെ വെച്ചുണ്ടാക്കും. അടുത്താണോ ഒക്കെയാണ്? അപ്പോൾ രണ്ടാം കുറ്റി ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ആണോ? 2 കിലോമീറ്റർ. ഇവിടെ വെച്ചുണ്ടാക്കുന്നതല്ലേ? ബിരിയാണി എത്ര മണി ഇട്ട് സ്റ്റാർട്ട് ചെയ്യപ്പോ? 11 മണിയാവും. കട തുടങ്ങിയിട്ട് ഇവിടെ ആയിട്ട് 15 വർഷമാകും. 15 വർഷം വലിയ താമസമില്ലാതെ ആണോ? പൊളിച്ച് പണിയാൻ പോകും ഇവിടെ തന്നെ. ഇവിടെ അതിന് മുമ്പ് അപ്പം എവിടെ ആയിരുന്നു? നേരത്തെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വടക്കേ മുക്കിൽ. ഉസ്മാനിക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇന്ന് ഉമ്മ വന്നില്ലല്ലേ? നിങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ കട നടത്തുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 15 വർഷമായിട്ട് ഈ കട പ്രവർത്തിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഒരു 4 വർഷം ഓലകെട്ടി ജംഗ്ഷൻ അല്ലേ, പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെയായിരുന്നു കട. ഇവിടോട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു 15 വർഷമായി. ഇപ്പോൾ ഈ കട ഒന്ന് പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ പോകാമെന്ന് പറയുന്നു. അപ്പോൾ 2 ദിവസത്തോടെ കാണത്തുള്ളൂ ഈ ഒരു കട. അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ പുതിയൊരു കട നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉസ്മാനിക്കാൻ്റെ ബിരിയാണി. പാരമ്പര്യത്തിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് അറിയാനുണ്ട്. ആദ്യമായിട്ടല്ലേ വാഴയില കഴിക്കുന്നത് അല്ലേ? ആദ്യമായിട്ടാണ് വാഴയിലയിൽ ഒരു ബിരിയാണി കഴിക്കുന്നത്.
ഫ്രണ്ട്സ്, ഇതേ നമുക്ക് വീണ്ടും ചാറ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ഒരു പീസ്. കഴിഞ്ഞോ? ഇപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ബിരിയാണി കഴിച്ച് കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റ്. കാരണം കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിരിയാണി നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഇലയിൽ ആദ്യമായിട്ടാണ് ബിരിയാണി കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഫീലും അടിപൊളി. ആദ്യമായിട്ട് ഇലയിൽ കഴിക്കുന്ന ഒരു ഫീലും ഒരു രക്ഷയില്ല. പോവാട്ടോ. ശരി.